നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ധർമ്മം രണ്ടു കൈവഴികളിലാണ് വിഭക്തമായിരിക്കുന്നത്. പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവുമാണത്. പ്രവൃത്തി നിവൃത്തി ലക്ഷണവും ശാസ്ത്രാധിഷ്ഠിതവുമായ ധർമ്മത്തിൽ ഏറ്റവും മുഖ്യമാണ് ആചരണങ്ങൾ. ആചാര പരമോ ധർമ്മ, ആചാര പ്രഭവോ ധർമ്മ എന്നെല്ലാമാണ് വ്യാസവാക്യങ്ങൾ. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം എന്നിവയാണ് കർമ്മങ്ങൾ. നിത്യവും അനുഷ്ഠിച്ചിരിക്കണം എന്നുപദേശിച്ചിരിക്കുന്നതാണ് നിത്യകർമ്മങ്ങൾ. ചില വിശേഷ നിമിത്തങ്ങൾ വരുമ്പോൾ അനുഷ്ഠിക്കേണ്ടുന്നവ നൈമിത്തികങ്ങൾ. വ്യത്യസ്ത ആഗ്രഹപ്രാപ്തികൾക്കായി അനുഷ്ഠിക്കേണ്ടവ കാമ്യങ്ങൾ. വിഹിതാകരണത്താലോ മറ്റോ വന്നു ചേരുന്ന ദോഷത്തെ നീക്കാനുള്ളത് പ്രായശ്ചിത്തങ്ങൾ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ ഓരോ ആശ്രമത്തിലുള്ളവരുടെയും ആചരണങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. സ്വാധ്യായവും ശാസ്ത്രാനുസന്ധാനവും അതിനനുഗുണമായ വർധനവും തന്നെയാണ് ബ്രഹ്മചര്യത്തിലും മുഖ്യകർമ്മം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതി വാ യ ഏഷ പുരുഷോ മായാ പരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യാചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനാ ഭേദതഃ സ്വപ്നേ ജാഗ്രതി വാ യ ഏഷ പുരുഷോ മായാ പരിഭ്രാമിതഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. അണു മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചം വരെ സകലതും നിയമക്രമത്തിന് അനുസൃതമാണ്. അതാണ് ധർമ്മം. ആർക്കും അതിനെ ലംഘിക്കാൻ അല്ലെങ്കിൽ അതിക്രമിക്കാൻ കഴിയില്ല. സുഘടിതമായ ഒരു വ്യവസ്ഥ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നു. അതാണ് ധർമ്മവ്യവസ്ഥ. ശ്രീ ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ 8-ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർ
गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 8ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ വിവിധ സംബന്ധങ്ങളെ കൊണ്ട് ഈ ലോകത്തെ കാണുന്ന അവസ്ഥയെ പറഞ്ഞു. ഈ പ്രപഞ്ചം വാസ്തവത്തിൽ വിവിധ സംബന്ധങ്ങളെ കൊണ്ട് നിലനിൽക്കുകയാണ്, ചേരുംപടി ചേർക്കപ്പെട്ടതാണ്. ഭൗതികമായി തന്നെ പദാർത്ഥങ്ങളെ നിരൂപണം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അണുകണങ്ങൾ തമ്മിലുള്ള സംബന്ധം, തന്മാത്രകൾ തമ്മിലുള്ള സംബന്ധം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള സംബന്ധം, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോൾ ദേശകാലങ്ങൾ തമ്മിലുള്ള സംബന്ധം, നാമരൂപങ്ങൾ തമ്മിലുള്ള സംബന്ധം, ഈ സംബന്ധങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിനെ നിലനിർത്തുന്ന ആകത്തുകയ്ക്ക് നമുക്ക് ധർമ്മമെന്ന് വേണമെങ്കിൽ വിളിക്കാം. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന സംബന്ധങ്ങളെ കൊണ്ടാണ് ധർമ്മം. ആവർത്തിച്ച് പറയട്ടെ, സംബന്ധങ്ങളെ കൊണ്ടാണ് ധർമ്മം. അതിലേതാനും ചിലതിനെ പറയുന്നു. കാര്യകാരണ ബന്ധം, സ്വസ്വാമി സംബന്ധം, ശിഷ്യാചാര്യ സംബന്ധം, പിതൃപുത്രാദി സംബന്ധം, അങ്ങനെ പോകും. എന്തൊക്കെ സംബന്ധങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഈ ലോകത്തിൽ നിരീക്ഷിച്ചാൽ നമുക്ക് പട്ടികയായിട്ട് അങ്ങനെ എഴുതി പോവാം. ആയിരക്കണക്കിന്, 10,000-കണക്കിന് സംബന്ധങ്ങൾ. അവയുടെ ആകത്തുകയാണ് ഈ പ്രപഞ്ചം, ഈ വിശ്വം. എന്നാൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരമാർത്ഥത്തിൽ ഒരു സംബന്ധവും ഒന്നിനോടും ഇല്ലാത്തതാണ് ആത്മ, കേവലമാണ്. അസംഗോഹി അയം പുരുഷ. ഈ പുരുഷൻ അസംഗനാണ്. അസംഗോ നഹി സജ്ജതേ, ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. അസംഗൻ സംഘമുള്ളതാകുന്നില്ല, ഒന്നിനോടും സംഘപ്പെടുന്നില്ല. താൻ കേവലനായി തന്നെ ഇരിക്കുകയാണ്. എന്നാൽ വിശ്വമെന്നുള്ള തലത്തിൽ സർവദാ വിവിധ തരം സംബന്ധങ്ങളാൽ വിശ്വം കാണുന്നു, വിശ്വത്തെ കാണുന്നു. അപ്പം അതെങ്ങനെയാണ്? അതാണ് പറയുന്നത്. സ്വപ്നേ ജാഗ്രതിവായ യേഷ പുരുഷോ മായാപരിഭ്രാമിത. ഈ പുരുഷൻ സ്വപ്നത്തിലായാലും ജാഗ്രത്തിലായാലും, ജാഗ്രത്തിൽ സ്ഥൂല അനുഭവങ്ങൾ, സ്വപ്നത്തിൽ സൂക്ഷ്മാനുഭവങ്ങൾ. ജാഗ്രത്തിൽ സ്ഥൂല പ്രപഞ്ചത്തിൽ വിഹരിക്കുന്നു, സ്വപ്നത്തിൽ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ വിഹരിക്കുന്നു. അത്രയേ ഉള്ളൂ. ജാഗ്രത്തിൽ പ്രായണ സ്ഥായിയാണ് തൻ്റെ അനുഭവം എന്ന് കണക്കാക്കുന്നു, സ്വപ്നത്തിൽ അസ്ഥായിയാണെന്ന് കണക്കാക്കുന്നു. ഇതെല്ലാം ആപേക്ഷികങ്ങളാണ്. ഇപ്പോൾ സ്വപ്നത്തിലും ജാഗ്രത്തിലും ഈ പുരുഷൻ എങ്ങനെയാണ് വിവിധ സംബന്ധങ്ങളുള്ളവനായിത്തീരുന്നത്? എങ്ങനെ വിവിധ സംബന്ധങ്ങളെ കാണുന്നു? പരമാർത്ഥത്തിൽ സംബന്ധരഹിതമാണ് ആത്മാവെങ്കിൽ പിന്നെ ഈ സംബന്ധങ്ങളൊക്കെ എങ്ങനെ? ഒറ്റ വാക്കുകൊണ്ടാണ് മറുപടി പറയുന്നത്. മായാപരിഭ്രാമിത. മായയാൽ പരിഭ്രമിക്കപ്പെട്ടിട്ട് അചിന്ത്യ രചനാവൈഭവമാണ് മായ. നേരത്തെ നമ്മൾ അഘടിത ഘടനാ പട്ടീയസി എന്ന് മായയെ പറഞ്ഞു. ഘടിക്കാത്തവയെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് മായ എന്ന്. ഇവിടെ തൻ്റെ ഉപദേശമധ്യേ, എന്ന് പറഞ്ഞാൽ ഉപദേശം ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം അന്ത്യഭാഗത്താണ്. പക്ഷേ ഉപദേശത്തിൻ്റെ മധ്യം എന്ന നിലയ്ക്ക് ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കി സർവ്വലോകത്തിനോടും പറയുന്നുണ്ട്, ഈശ്വരൻ
സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശത്തിൽ വർത്തിക്കുന്നു. എങ്ങനെ? മായയാൽ യന്ത്രാരൂഢന്മാരാക്കിയിട്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. സർവഭൂതങ്ങളെയും കറക്കിക്കൊണ്ട്, ഭ്രാമയൻ, കറക്കുന്നവനായിട്ട്. എങ്ങനെയാണ് കറക്കുന്നത്? യന്ത്രാരൂഢാനി ഇവ, യന്ത്രാരൂഢന്മാരായിട്ടെന്ന പോലെ. യന്ത്ര ഊഞ്ഞാൽ കാണുന്ന സമയത്ത് അതിൽ കയറാനുള്ളൊരാഗ്രഹം, അതിൽ കയറിയാൽ സുഖമുണ്ടാവുമെന്നൊരു സങ്കല്പം, എന്നിട്ടാണ് പോയി ടിക്കറ്റ് എടുക്കുന്നത്, കാശ് കൊടുക്കുന്നത്. ആ യന്ത്ര ഊഞ്ഞാലിലെ ഓരോരോ സീറ്റിലും ആൾക്കാരെ പതുക്കെ പതുക്കെ ഇരുത്തുന്നത് കാണുമ്പോൾ അവരൊക്കെ എന്ത് സുഖാനുഭവമാണ് നേടാൻ പോകുന്നതെന്നാണ് സങ്കല്പിക്കുന്നത്. അവിടെ ഞാനും സംബന്ധപ്പെട്ടു, ഒരു സീറ്റിലിരുന്നു. പതുക്കെ പതുക്കെ ഓരോരുത്തരെയായിട്ട് കയറ്റുമ്പോൾ സുഖത്തിനൊരു കുറവുമില്ല. അത് കഴിഞ്ഞ് യന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴോ ആകെ പരിഭ്രമാവുകയാണ്. അത് മുകളിലോട്ട് കറങ്ങിപ്പോകുന്നതിനനുസരിച്ച് വേഗത കൂടി ഇറങ്ങുന്നു, വീണ്ടും കറങ്ങുന്നു, വീണ്ടും വരുന്നു. ഓരോ ഇറക്കത്തിലും എൻ്റെ ഉള്ളാകെ പുറത്തേക്ക് നഷ്ടമായി പോവുകയാണോ എന്ന് തോന്നുകയാണ്. ഛർദ്ദിക്കുകയാണോ ചെയ്യേണ്ടത്, തലകറങ്ങുകയാണോ ചെയ്യുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ പരിഭ്രമിച്ച് മരണത്തെ നേരിൽ കാണുന്ന അവസ്ഥ വരെ എത്തിപ്പോവുകയാണ്. എന്തായിരുന്നു വിചാരിച്ചത്? അതിൽ കയറിയാൽ വലിയ സുഖം ഉണ്ടാവുന്നു. കറങ്ങി നോക്കിയപ്പോഴോ ഇത് തന്നെയാണ് ലോകത്തിൻ്റെ സ്ഥിതി. ഇങ്ങനെ യന്ത്രാരൂഢന്മാരാക്കിയിട്ട് മായ കൊണ്ട് സങ്കല്പങ്ങളെ ജനിപ്പിച്ചിട്ട് നമ്മളെ വട്ടം കറക്കുകയാണ്. ഇങ്ങനെ മായാപരിഭ്രാമിത സ്വപ്നെ ജാഗ്രതി വിശ്വം പശ്യതി. സ്ഥൂല സൂക്ഷ്മ വിശ്വത്തെ കാണുന്നു മായാപരിഭ്രാമിതനായിട്ട്. ഈ ഒരു പരമാർത്ഥത്തെ പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെയുള്ള ശ്രീ ഗുരുമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം എന്ന്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇനി സനാതനധർമ്മം. എല്ലാ കർമ്മങ്ങളും ക്ലേശങ്ങളും ആകുമ്പോൾ അതെല്ലാം സഹിച്ചും അതിജീവിച്ചും മുന്നോട്ട് പോകുന്ന ഭക്ത മനസ്സുകൾക്ക് ഭഗവത് അനുഗ്രഹം ഉണ്ടായിരിക്കും. എവിടെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടോ അവിടെ ആനന്ദമുണ്ട്. ക്ലേശങ്ങൾ സഹിച്ച് മുന്നേറാൻ ഭാഗവതം പ്രേരിപ്പിക്കുന്ന ഗുണപാഠത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം. നമ്മുടെ സുഹൃതം കൊണ്ട്, കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥങ്ങളെ വിചാരം ചെയ്യുന്നു. അത് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിക്കുകയാണ്. സവിസ്മയോദ്ഭുല്ല വിലോചനോ ഹരിം സൂതം വിലോക്യാനഗദുന്ദുഭിസ്തദ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശൻ മുദാദിജേഭ്യോയിതം അപ്ലുതോ ഗവാം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന കംസർ, വസുദേവർ മനസ്സിൽ വിചാരം ചെയ്യുക, ദുഷ്ടനായ കംസൻ എന്നെയും ഭാര്യയും കാരാഗ്രഹത്തിൽ അടച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്വാതന്ത്ര്യമില്ലാതെ കാരാഗ്രഹത്തിൽ അടച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്ത് വിസ്മയോദ്ഭുല്ല വിലോചന, ആശ്ചര്യത്താൽ വികസിച്ച കണ്ണുകളോടുകൂടിയ സഹ ആനകദുന്ദുഭി, ആ വസുദേവരെങ്ങനെയാണ് വികസിച്ച കണ്ണുകളോടുകൂടി. ഭഗവത് ദർശനം ലഭിച്ച സമയത്തെ ആനന്ദം കൊണ്ട് കണ്ണുകളെല്ലാം വികസിച്ചിരിക്കുകയാണ്. അതിൽ ആനന്ദഭരിതനായിട്ട് ഹരിയെ സുതം പുത്രനായി വിലോക്യ കണ്ടിട്ട് തഥാ അപ്പോൾ ഉത്സവസംഭ്രമ, കൃഷ്ണാവതാരമാകുന്ന ഉത്സവത്തെ സംഭ്രമത്തോടു കൂടിയവനായി മുതാ സന്തോഷം കൊണ്ട്
അപ്ലുത മുങ്ങിയവനായിട്ട് ദ്വിജേപ്യ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഗവാം ഗോക്കളുടെ ഐതത്തെ സ്പർശിച്ചു. തനിക്കൊരു പുത്രൻ ജനിച്ചു. ആ പുത്രൻ അത്യധികം ശ്രേഷ്ഠനാണെന്നുള്ള കാര്യം പറയുകയേ വേണ്ട. 4 കൈകളോടുകൂടി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ ജനിച്ചിരിക്കുന്നു. എവിടെ മനുഷ്യൻ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു അവിടെ ഈശ്വരനുണ്ട് എന്നുള്ളതാണ്. എവിടെ മനുഷ്യൻ സുഖസൗകര്യങ്ങളുടെ നടുക്ക് ഈശ്വരനെ പരുതുന്നു അവിടെ ഈശ്വരൻ അകലത്തുമാണ്. നിങ്ങൾ എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും നടുക്ക് ഭഗവാനെ വിളിച്ചു നോക്കിയേ, അവിടെ ഭഗവാൻ നിങ്ങളുടെ അരികത്തുണ്ടാകും. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ടാവും. ആ പ്രാർത്ഥനയ്ക്കൊരു മനോ ഐക്യതയുണ്ടാവും. എന്തുകൊണ്ട്? ഈശ്വരനുമായിട്ടൊരു ഐക്യതയുണ്ടാവും നമ്മുടെ ഉള്ളിൽ. അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്ന് വേറെ, നമ്മൾ ചെയ്യുന്ന പറച്ചിലൊന്ന് വേറെ. ഇങ്ങനെ രണ്ടും 2 ധ്രുവത്തിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. ഏകീഭവിക്കണമെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. ത്യാഗത്തിൻ്റെ നടക്ക്, കഷ്ടത്തിൻ്റെ നടക്ക്, ക്ലേശങ്ങളുടെ നടക്ക് ഭഗവാനെ അപ്പോഴും പഴിക്കാതെ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് അനുഗ്രഹത്തിനായി മാത്രം നിലകൊള്ളുന്ന ആർക്കാണ്? ആനകദുന്ദുഭിഹി വസുദേവർക്ക് എന്താ അത്യധികം ആനന്ദം ഉണ്ടായി ഹരിഭഗവാനെ കണ്ടപ്പോൾ. തൻ്റെ പുത്രനായി ഹരിഭഗവാനെ കാണാൻ കഴിഞ്ഞതിലുള്ള ആനന്ദം ചില്ലറയല്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്താ കാര്യം? അത്രയധികം ആനന്ദം ഉള്ളിലുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യണം? പ്രജകൾക്ക് പശുക്കളെ ദാനം ചെയ്യണം. ഇങ്ങനെ നല്ല പശുക്കളെ ദാനം ചെയ്യുന്നതായിട്ട്, പ്രജകൾക്ക് ദാനം ചെയ്യുന്നതായിട്ട് അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. അതാണല്ലോ ഉത്തമ കർമ്മം. കർമ്മം എവിടെ ഇരുന്നാലും ഒരിക്കലും അതിനെ ഉപേക്ഷിക്കരുത്. കർമ്മം ചെയ്ത് ജീവിക്കണം. കർമ്മം ചെയ്ത് അസംഖനായി ഇരിക്കാൻ വ്യക്തിക്ക് കഴിയണം. അതാണ് ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് ഇവിടെ സന്തോഷം കൊണ്ട് മുങ്ങിയവനായിട്ട് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഗോക്കളുടെ 1000 ഗോക്കളെ അങ്ങ് ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ദാനം ഒരു മഹത്തായൊരു കാര്യമാണ്. ആ ദാനം ചെയ്യാനുള്ള നിവൃത്തിയില്ല. കാര്യം അതിനുള്ള സാഹചര്യമല്ല ചുറ്റിനും ഉള്ളത്. എങ്കിലും ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത് സങ്കല്പിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ച വസുദേവർ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അപ്പം ദാനം എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ സുരക്ഷിതനാക്കുമെങ്കിൽ ആ ദാനകർമ്മം നിർവഹിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് വസുദേവരെങ്കിലും കാരാഗ്രഹബന്ധനായിരിക്കുന്നതുകൊണ്ട് അതിന് സാധിക്കാതെ വന്നപ്പം മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ആ കർമ്മം നിറവേറ്റുന്നതായിട്ട് സങ്കല്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന, മനസ്സിനെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ അന്തർലീനമായിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സാഹചര്യങ്ങളും അടയപ്പെടുമ്പോഴും എല്ലാ വാതായനങ്ങളും അടയപ്പെടുമ്പോഴും ജീവിതത്തിൽ തുറക്കാൻ പറ്റുന്ന ഒരു വാതായനമുണ്ട്. അത് സർവേശ്വരൻ്റേതാണ്. ആ ഈശ്വരകൃപ ആരിലാണോ വന്ന് ഭവിക്കുന്നത്, ആ ഈശ്വരകൃപ ആരിലാണോ ഉണ്ടാകുന്നത്, തീർച്ചയായും അവിടെ ഭഗവത് അനുഗ്രഹം കൊണ്ട് എല്ലാം സുസാധ്യമായി തീരും. നമ്മുടെ മുമ്പിൽ ഒരിക്കലും വാതിലടയ്ക്കാത്തൊരു വ്യക്തി ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ തന്നെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. വസുദേവർ എല്ലാ പ്രശ്നങ്ങളുടെയും നടുക്ക് ഒരിക്കലും ഭഗവാനെ കൈവെടിഞ്ഞിട്ടില്ല. ഭഗവാനെ ഏതെങ്കിലും പ്രതിസന്ധി കൈവെടിയുന്നവരെയാണ് ഭഗവാന് യാതൊരു ഇഷ്ടവും ഇല്ലാത്തത്. ഭഗവാൻ ഇഷ്ടം എന്തുവാ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഭഗവാന് പ്രിയപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലേശങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്തോടു കൂടി പോവുക. മനസ്സിൻ്റെ ബലം ക്ഷയിക്കാണ്ടിരിക്കുക. ദുർബലമാകാതിരിക്കുക ജീവിതം. മനസ്സ് ദുർബലമായാലാണ് പ്രതിസന്ധികൾ പേറി വരുന്നത്. മനസ്സ് ദുർബലമാകാതെ ശക്തിയുക്തം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര അനുഗ്രഹം നിറഞ്ഞ് പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
பதிப்போர்க்கு செல்வம் பலித்து கதித்தோங்கும் நிஷ்டையும் கைகூடும் நிமலரருள் கந்த சஷ்டி கவசந்தனை ഹരിപ്പാടിൽ വാഴുന്ന തിരുമുരുകാനിൻ അരികിൽ മനം എന്നും മയിലാകും. ഹരിപ്പാടിൽ വാഴുന്ന തിരുമുരുകാനിൻ അരികിൽ മനം എന്നും മയിലാകും. സ്തുതിച്ചാൽ കാപ്പവൻ, നിനച്ചാൽ തുണപ്പവൻ, ഒരിക്കൽ താതനും ഉപദേശം കൊടുത്തവൻ. സ്തുതിച്ചാൽ കാപ്പവൻ, നിനച്ചാൽ തുണപ്പവൻ, ഒരിക്കൽ താതനും ഉപദേശം കൊടുത്തവൻ. വടിവേല വടിവേല എന്നു മാട്ടിയാൽ വേണ്ടത് കൊടുപ്പോൻ ഗുരുഗുഹൻ കുമരൻ ഷൺമുഖൻ. ഹരിപ്പാടിൽ വാഴുന്ന തിരുമുരുകാനിൻ അരികിൽ മനം എന്നും മയിലാകും.